നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ചോർന്നെന്ന പരാതിയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡും പെൻഡ്രൈവും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ വിചാരണ കോടതിക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. SIT അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. വിചാരണ കോടതിയുടെ കൈവശമിരിക്കെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ SIT അന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ആവശ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് വിലയിരുത്തി. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിൽ പ്രോസിക്യൂഷൻ നിലപാടറിയിക്കണം. കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് ഹൈക്കോടതി വിളിച്ചു വരുത്തും. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കാനും വിചാരണ കോടതിക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. 1 മാസത്തിനകം മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ രണ്ടും സമർപ്പിക്കണം. അന്വേഷണ റിപ്പോർട്ടും ഹൈക്കോടതി രജിസ്ട്രിക്ക് കൈമാറണമെന്ന് ജസ്റ്റിസ് CS ഡേസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. നേരത്തെ 2 ജഡ്ജിമാർ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. ജസ്റ്റിസുമാരായ ജോബിൻ സെബാസ്റ്റ്യൻ, കൗസർ എടപ്പകത്ത് എന്നിവരാണ് പിന്മാറിയത്. 1 മാസത്തിനകം ഹർജി വീണ്ടും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ ദുരൂഹതയുള്ളതിനാൽ അന്വേഷണം വേണമെന്നാണ് അതിജീവിതയുടെ ഹർജിയിലെ ആവശ്യം. തന്റെ സ്വകാര്യത ലംഘിക്കപ്പെട്ടുവെന്നും വിഷയത്തിൽ മുൻപ് നടന്ന അന്വേഷണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടുവെന്നും അതിജീവിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.